syllabus 10th മാത്സിലെ ജോമെട്രി ആൻഡ് ഓൾജിബ്ര ജ്യാമിതിയും ബീജഗണിതവും എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു ക്വിക്ക് റിവിഷൻ ആണ് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഈ ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ കോർഡിനേറ്റ് പോയിന്റ്സ് ഓഫ് മിഡ് പോയിന്റ്, നെക്സ്റ്റ് വൺ സ്ലോപ്പ് ഓഫ് ലൈൻ. ഈ രണ്ട് സെക്ഷനാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഫസ്റ്റ് രണ്ട് പോയിന്റ്സ്, എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റും ബി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റും, ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കാണണം. ഈ പോയിന്റിന് നമുക്ക് x1 y1 ഈ പോയിന്റിന് ബി എന്ന് പറഞ്ഞ ഈ പോയിന്റിന് x2 y2 എന്നും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പോയിന്റ് എ എന്ന് പറഞ്ഞ പോയിന്റും ബി എന്ന് പറഞ്ഞ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ കാണാൻ വേണ്ടിയിട്ട് നമുക്കുള്ള ഫോർമുലയാണ് ഡിസ്റ്റൻസ് എ ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x1 minus x2 all square plus y1 minus y2 all square. അപ്പോൾ ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന x1 y1 ഉം x2 y2 എന്ന് പറഞ്ഞ ഈ പോയിന്റ്സ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എ ബി എന്ന് പറഞ്ഞ ഈ പോയിന്റ്സിന് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ x1 y1 നമുക്കൊരു x1 y1 ഒരു 1 1 തന്നിട്ടുണ്ട്. x2 y2 is equal to 2 2 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പോയിന്റ്സിന്റെ ഡിസ്റ്റൻസ് നമുക്ക് കാണണം. അപ്പൊ എങ്ങനെ കാണാം? ഡിസ്റ്റൻസ് എ ബി is equal to root of, അപ്പൊ x1 minus x2 എന്ന് പറയുന്നത് എന്താണ്? 1 minus 2 all square, x1 minus x2 all square plus y1 minus y2 all square. അപ്പോൾ y1 minus y2 all square എന്ന് പറയുന്നത് 1 minus 2 all square. അപ്പോൾ ഇത് നമുക്ക് എന്ത് കിട്ടും? is equal to root of, ഇതെന്താ 1 minus 2 എന്ന് പറയുന്നത് -1 സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? -1 സ്ക്വയർ എന്ന് പറയുന്നത് 1 പ്ലസ് ഇവിടെ അതേമാതിരി തന്നെ 1 എന്ന് കിട്ടും. അപ്പോൾ is equal to root 2 കിട്ടും. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? റൂട്ട് 2 എന്ന് കിട്ടി. ഇനി നമുക്ക് മിഡ് പോയിന്റ് എങ്ങനെ കാണാൻ നോക്കാം. നമുക്ക് രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്, എയും ബിയും, x1 y1 x2 y2 എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഈ രണ്ട് പോയിന്റ്സിന്റെ മിഡ് പോയിന്റ് ഇപ്പോൾ ഒരു പി ആണെങ്കിൽ ആ മിഡ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഈ മിഡ് പോയിന്റ് നമുക്ക് ഒരു എക്സ് വൈ ആക്കിയെടുത്താൽ നമുക്ക് ഈ പിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എന്റെ എക്സ് കോർഡിനേറ്റ് പ്ലസ് ബിന്റെ എക്സ് കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ 2 ആണ്. എന്തിന്റെ കോർഡിനേറ്റ്? പിന്റെ എക്സ് കോർഡിനേറ്റ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു x1 പ്ലസ് x2 ബൈ 2 എന്നും, അതേപോലെ തന്നെ വൈൻ്റെ കോർഡിനേറ്റ്, പിന്റെ വൈൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്റെ വൈൻ്റെ കോർഡിനേറ്റ് പ്ലസ് ബിന്റെ വൈൻ്റെ കോർഡിനേറ്റ് ബൈ 2. അപ്പോൾ നമുക്ക് y1 പ്ലസ് y2 ബൈ 2 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. xy is equal to x1 പ്ലസ് x2 ബൈ 2, അതേപോലെ തന്നെ y1 പ്ലസ് y2 ബൈ 2 ആണ് എന്ത് പറയുന്നത്? നമ്മുടെ മിഡ് പോയിന്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 2 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ്, അതേപോലെ തന്നെ 8 5 എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു പോയിന്റ്. ഇതിന് നമുക്ക് എ എന്നും ബി എന്നും കൊടുക്കാം. ഇതിന്റെ മിഡ് പോയിന്റ് നമുക്ക് കാണണം. അപ്പോൾ മിഡ് പോയിന്റ് കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? അപ്പോൾ ഇതിനൊരു പി എന്ന് കൊടുക്കാം. പി എന്ന് പറയുന്നത് XY. അപ്പോൾ മിഡ് പോയിന്റ് കാണാനുള്ള ഫോർമുല എന്താണ്? പിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്? x1 പ്ലസ് x2 ബൈ 2. അപ്പോൾ 2 പ്ലസ് 8 ബൈ 2. 2 പ്ലസ് 8
ബൈ 2 എന്ന് പറയുന്നത് 10/2 ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. അപ്പോൾ പിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 5 എന്ന് കിട്ടി. ഇനി നമുക്ക് y കണ്ടുപിടിക്കാം. y ഇസ് ഈക്വൽ ടു 3 പ്ലസ് 5/2 എന്ന് പറയുന്നത് y1 പ്ലസ് y2/2. അപ്പോൾ ഇസ് ഈക്വൽ ടു 3 പ്ലസ് 5/2. അപ്പോൾ ഇസ് ഈക്വൽ ടു 8/2 ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്റെ കോർഡിനേറ്റ്സ് എക്സ് വൈ എന്ന് പറയുന്നത് എന്ത് കിട്ടി? 5,4 എന്ന് കിട്ടി. ഇതാണ് ഈ രണ്ട് പോയിന്റ്സിന്റെ മിഡ് പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് ലൈൻ ജോയിനിങ് കോർഡിനേറ്റ് 2, 3 ആൻഡ് കോർഡിനേറ്റ് 6, 5 ഹാസ് ഡയമീറ്റർ. വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ? അപ്പോൾ നമുക്കിവിടെ സെന്റർ ആണ് കണ്ടുപിടിക്കാനുള്ളത്. സെന്റർ എന്ന് പറയുന്നത് എന്താണ്? മിഡ് പോയിന്റ് ആണ്. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സിന്റെ മിഡ് പോയിന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ മിഡ് പോയിന്റ് കാണാനുള്ള ഫോർമുല എന്താണ്? x is equal to 2 plus 6 x1 plus x2 by 2, 2 plus 6 by 2 is equal to 8/2 is equal to 4 എന്ന് കിട്ടും. അതേപോലെ തന്നെ y കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്? y1 plus y2/2. അപ്പോൾ 3 plus 5/2 is equal to 8/2 is equal to 4 തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് x, y എന്ന് പറയുന്നത് എന്ത് കിട്ടും? 4,4 എന്ന് കിട്ടും. ഇനി വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഈ മിഡ് പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു കോർഡിനേറ്റും തന്നിട്ടുണ്ട്. നമുക്കിനി ഈ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. ഇത് നമുക്ക് തന്നിട്ടില്ല വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് ചെയ്യാം? നമുക്കിവിടെ സെന്റർ എന്ന് പറയുന്നത് 4,4 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കണ്ടുപിടിക്കണം. ഈ പോയിന്റ് ഇവിടെ ഒരു എയും ഇത് ബിയും ആണെങ്കിൽ ഈ എ എന്ന് പറഞ്ഞ പോയിന്റ് നമുക്കിനി കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 4 എന്ന് പറയുന്നത് x is equal to x1 plus x2/2 ആണ്. അതിൽ x എന്താ നമുക്കറിയാം? 4 എന്ന് അറിയാം. 4 is equal to x1 ആണ് നമുക്ക് അറിയാത്തത്. അപ്പോൾ x1 plus x2 എന്ന് പറയുന്നത് എന്താ? ഇവിടെ x2 ആണ്. x2 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 6 ആണ്. അപ്പോൾ നമുക്ക് 6/2 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ x1 is equal to 4 into 2 8 minus 6. അപ്പോൾ നമുക്ക് x1 is equal to 2 എന്ന് കിട്ടും. അതേപോലെ തന്നെ y എന്ന് പറയുന്നത് എന്താണ്? y1 plus y2/2. ഇവിടെ y എന്ന് പറയുന്നത് നമുക്കറിയാം 4 ആണ്. 4 is equal to y1 നമുക്ക് അറിയില്ല. y1 plus y2 എന്ന് പറയുന്നത് എന്താ അറിയാം? 5 എന്ന് അറിയാം. 5/2. അപ്പോൾ നമുക്ക് ഇവിടുന്ന് y1 എന്ന് പറയുന്നത് എന്ത് കിട്ടും? y1 is equal to 2 into 4 8 minus ഇങ്ങോട്ട് എടുക്കുമ്പോൾ minus 5 is equal to 3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് കിട്ടും. x1 y1 എന്ന് പറയുന്നത് 2,3 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. The coordinate of two opposite vertices of a parallelogram are 4, 5 and 1, 3. What are the coordinates of the points of intersection of its diagonal? അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സമാന്തരികം തന്നിട്ടുണ്ട്. അതിന്റെ രണ്ട് കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് കോർഡിനേറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. 1, 3ഉം 4, 5ഉം. നമുക്ക് എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? ഇതിന്റെ ഈ ഇന്റർസെക്ഷൻ പോയിന്റ് ആണ് നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത്. പാരലോഗ്രാമിന്റെ നമുക്കറിയാം ഡയഗണല് ഇന്റർസെക്ട് ചെയ്യുന്നത് അതിന്റെ മിഡ് പോയിന്റിലായിരിക്കും. ഈ രണ്ട് ഡിസ്റ്റൻസും ഈക്വൽ ആണ്. അതേപോലെ തന്നെ ഈ രണ്ട് ഡിസ്റ്റൻസും ഈക്വൽ ആണ്. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? മിഡ് പോയിന്റ് ആണ്. പിന്നെ നമുക്ക് ഒരു എക്സ് വൈ എന്ന് കൊടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ ഇതിന്റെ മിഡ് പോയിന്റ് കാണാം. എങ്ങനെ കാണാം? എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 plus 4/2 is equal to 5/2. y എന്ന് പറയുന്നത് എന്താണ്? 3 plus 5/2. 3 plus 5/2 is equal to 8/2 is equal to 4 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ xy കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? 5/2, 4. ഇതാണ് ഈ രണ്ട് ഡയഗണൽസും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത്.
ഇനി നമുക്ക് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ എ എന്ന് പറഞ്ഞിട്ടും ബി എന്ന് പറഞ്ഞിട്ടും 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. എന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 1 6, ബിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 11 2. ഇവിടെ ഈ പി എന്ന് പറയുന്ന പോയിന്റ് എ ബിനെ ഒരു 3:5 എന്നുള്ള റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് എക്സ് ഡിസ്റ്റൻസും വൈ ഡിസ്റ്റൻസും കാണാം. എക്സ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് is equal to x2 minus x1. അപ്പോൾ 11 minus 1. 11 minus 1 എന്ന് പറയുന്നത് എന്താണ്? 10. അതേപോലെ തന്നെ y distance is equal to y2 minus y1. y2 എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. minus y1 എന്ന് പറയുന്നത് 6 is equal to minus 4 എന്ന് കിട്ടും. ഇവിടെ y എന്ന് പറയുന്നത് എന്താണ്? ചെറുതാവുകയാണ് ചെയ്യുന്നത്, താഴേക്കാണ് പോകുന്നത്. സോ ഇവിടെ നമുക്ക് y ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് -4 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് പിന്റെ കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. എക്സ് വൈ എന്ന് പറഞ്ഞിട്ടുള്ള കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ എ കോർഡിനേറ്റ് വെച്ച് നമുക്ക് പിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. ഇവിടെ എ പി എന്ന് പറയുന്നത് ഈ മൊത്തം എത്ര ഉണ്ട്? 3 + 5 അല്ലേ? ഈ മൊത്തം 8 യൂണിറ്റ്സ് ആണുള്ളത്. അപ്പോൾ എ പി എന്ന് പറയുന്നത് എന്താണ്? ഈ 8 യൂണിറ്റ്സിന്റെ 3 പാർട്ട്. അപ്പോൾ 3/8 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എക്സ് കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. എക്സ് കോർഡിനേറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എന്റെ എക്സ് കോർഡിനേറ്റ്. എന്റെ എക്സ് കോർഡിനേറ്റ് ഏതാ? 1. 1 പ്ലസ് എക്സ് ഡിസ്റ്റൻസ് എത്രയാ നമുക്ക് കിട്ടിയിട്ടുള്ളത്? 10 അല്ലേ? അപ്പോൾ 10 ഇൻറ്റു ഈ 3/8. 3/8 എങ്ങനെയാ വന്നിട്ടുള്ള മനസ്സിലായില്ലേ? ഇവിടെ 3:5 എന്നാണ് റേഷ്യോ. അപ്പൊ മൊത്തം ഇത് 3 + 5 8 യൂണിറ്റ്സ് ഉണ്ട്. അതിലെ എ പി എന്ന് പറയുന്നത് എത്രയാണ്? 3 യൂണിറ്റ്സ് ആണുള്ളത്. അപ്പൊ നമുക്ക് 3/8 എന്ന് കിട്ടും. 3/8. അപ്പൊ ഇത് എത്രയാണ്? ഇസ് ഈക്വൽ ടു 19/4 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇനി ഈ പിന്റെ y കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ y കോർഡിനേറ്റ് y is equal to ഇവിടുത്തെ എന്റെ y കോർഡിനേറ്റ്. ഇവിടുത്തെ എന്റെ y കോർഡിനേറ്റ് എത്രയാണ്? 6. അപ്പോൾ 6 പ്ലസ് പിന്നെ ഈ ഡിസ്റ്റൻസ് y ഡിസ്റ്റൻസ് ഇവിടെ എന്താണ്? -4 ആണ്. അപ്പോൾ പ്ലസ് -4 എന്ന് പറയുന്നത് എന്തായിരിക്കും? -4 തന്നെയാവും. ഇൻറ്റു ഈ 3/8. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? y is equal to 9/2 എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് എക്സ് വൈ കോർഡിനേറ്റ് ഇസ് ഈക്വൽ ടു എക്സ് എന്ത് കിട്ടി? 19/4 എന്ന് കിട്ടി. അതേപോലെ തന്നെ y എന്ന് പറയുന്നത് എന്താണ്? 9/2 എന്ന് കിട്ടി. 9/2. അപ്പൊ ഇതാണ് ഈ പിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 2 പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് കണ്ട അതിന്റെ സ്ലോപ്പ് എങ്ങനെ കാണാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. എ ബി. എന്റെ കോർഡിനേറ്റ് x1 y1, ബിന്റെ കോർഡിനേറ്റ് x2 y2. അപ്പോൾ ഇതിന്റെ സ്ലോപ്പിനെ m എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ സ്ലോപ്പ് m is equal to y2 minus y1 by x2 minus x1. അപ്പോൾ ഇതിൽ കുറച്ച് ഫോർമുലാസ് ഉണ്ട്. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞു തന്ന ഫോർമുലാസ് ഒക്കെ ഒരു പേപ്പറിൽ എഴുതി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, പിന്നെ വന്ന് നോക്കണമെങ്കിൽ എളുപ്പമായിരിക്കും. ആ പേപ്പർ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി, ഫോർമുലാസ് ഒക്കെ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് എ എന്ന് പറയുന്നത് നമുക്ക് 2 3 എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബി എന്ന് പറയുന്നത് 6 9 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 2 ലൈനിന്റെ സ്ലോപ്പ് നമുക്ക് കാണണം. അപ്പോൾ സ്ലോപ്പ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം. m is equal to y2 minus y1 by x2 minus x1. അപ്പോൾ ഇവിടെ നമുക്ക് m എന്ന് പറയുന്നത് y2 minus y1 എന്ന് പറയുന്നത് എത്രയാണ്? 9 minus 3. അപ്പോൾ 9 minus 3 by x2 minus x1 എത്രയാണ്? 6 minus 2. 6 minus 2 is equal to നമുക്ക് 9 minus 3 എന്ന് പറയുന്നത് 6 എന്ന് കിട്ടും. 6 minus 2 എന്ന് പറയുന്നത് 4 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3/2 എന്ന് കിട്ടും. അപ്പോൾ 3/2 ആണ് ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്.
ഇനി സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള വേറൊരു ഫോർമുലയും കൂടി ഉണ്ട്. സ്ലോപ്പ് m ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. തീറ്റ എന്ന് പറയുന്നത് ഈ എന്റെ അകത്ത് കൂടി ഇതിന്റെ എക്സ് ആക്സിസ് പോവാണ്. ഈ എക്സ് ആക്സിസിനായിട്ട് ഈ ലൈൻ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ, അതാണ് നമ്മുടെ തീറ്റ എന്ന് പറയുന്നത്. അപ്പൊ സ്ലോപ്പ് m ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് പറഞ്ഞൊരു ഫോർമുലയും കൂടി ഉണ്ട്. ഇവിടെ തീറ്റ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലോപ്പ് m ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ വെച്ച് കണ്ടുപിടിക്കാം. രണ്ട് പാരലൽ ലൈൻസ് തന്നിട്ടുണ്ട്. പാരലൽ ലൈൻസ് തന്നിട്ടുണ്ട് L1 ഉം L2. ഇതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? രണ്ട് പാരലൽ ലൈൻസിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ സ്ലോപ്പ് ഓഫ് L1 is equal to slope of L2. അതേപോലെ തന്നെ രണ്ട് പെർപെൻഡിക്കുലർ ലൈൻസ് തന്നിട്ടുണ്ട് L1 ഉം L2. അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നതോ, അതിന്റെ സ്ലോപ്പ് ഓഫ് L1 ഇൻറ്റു സ്ലോപ്പ് ഓഫ് L2 എന്ന് പറയുന്നത് എന്താണ്? -1. ഇതിന്റെ രണ്ടിന്റെയും പ്രൊഡക്റ്റ് സ്ലോപ്പ് ഓഫ് L1 ഇൻറ്റു സ്ലോപ്പ് ഓഫ് L2 എന്ന് പറയുന്നത് എത്രയാണ്? -1 ആണ് കിട്ടുക. അപ്പൊ രണ്ട് ലൈൻസിന്റെ സ്ലോപ്പ് ഈക്വൽ ആയാൽ നമുക്ക് എന്ത് പറയാം? പാരലൽ ലൈൻ ആണെന്ന് പറയാം. അതേപോലെ തന്നെ രണ്ട് ലൈൻസിന്റെ സ്ലോപ്പിന്റെ പ്രൊഡക്റ്റ് -1 ആണെന്ന് വെച്ചാൽ നമുക്ക് അത് എന്ത് പറയാം? പെർപെൻഡിക്കുലർ ആണെന്നും പറയാം. നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് ദ പോയിന്റ് 1, 3, 2, 5, 3, 7 ആർ ഓൺ ദ സെയിം ലൈൻ. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ 3 പോയിന്റ്സും ഒരു ലൈനിൽ തന്നെയാണ് ലൈൻ ചെയ്യുന്നതെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ രണ്ട് പോയിന്റ്സിന്റെ, ഇതിനൊരു എ എന്ന് കൊടുക്കാം, ഇതിനൊരു ബി എന്ന് കൊടുക്കാം, ഇതിന് സി എന്ന് കൊടുക്കാം. ഫസ്റ്റ് ഈ രണ്ട് പോയിന്റ്സിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. അപ്പൊ സ്ലോപ്പ് കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? m is equal to y2 minus y1 by x2 minus x1. അപ്പോൾ ഫസ്റ്റ് ഈ രണ്ട് പോയിന്റ്സിൽ എ ബിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. m is equal to y2 minus y1 5 minus 3 by x2 minus x1 2 minus 1 is equal to എത്ര കിട്ടും? 2 by 1 is equal to 2 എന്ന് കിട്ടും. ഇനി നമുക്ക് ഈ ബിന്റെയും സിന്റെയും ഈ രണ്ട് പോയിന്റ്സിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. സ്ലോപ്പ് എന്ന് പറയുന്നത് m is equal to y2 minus y1 എന്ന് പറയുന്നത് 7 minus 5 by x2 minus x1. ഇവിടെ എന്താണ്? 3 minus 2 is equal to 2 by 1 is equal to 2 എന്ന് കിട്ടും. ഇവിടെ എ ബി എന്ന് പറഞ്ഞ ലൈൻ ഉണ്ടാക്കുന്ന സ്ലോപ്പ് 2 ആണ്. അതേപോലെ തന്നെ ബി സി എന്ന് പറയുന്ന ലൈൻ ഉണ്ടാക്കുന്ന സ്ലോപ്പ് എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് പറയാം? ഈ എ ബി സി ഡി എന്ന് പറയുന്നത് ഒരേ ലൈനിൽ തന്നെയാണ് ലൈ ചെയ്യുന്നതെന്ന് പറയാം. ഈ ബി എന്ന് പറഞ്ഞത് എനോട് ഉണ്ടാക്കുന്ന സ്ലോപ്പും 2 ആണ്. അതേപോലെ തന്നെ ബി എന്ന് പറയുന്നത് സിനോട് ഉണ്ടാക്കുന്ന സ്ലോപ്പും 2 ആണ്. അങ്ങനത്തെ കേസിൽ എ ബി സി എന്ന് പറയുന്നത് ഒരേ പോയിന്റിൽ തന്നെയായിരിക്കും. അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് രണ്ട് പോയിന്റ്സ് എയും ബിയും തന്ന ആ ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെയാ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പൊ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് കാണേണ്ടത് എന്താണ്? ഈ ലൈനിന്റെ സ്ലോപ്പ് ആണ്. അപ്പൊ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല y2 minus y1 by x2 minus x1. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് y2 minus y1, y2 എന്ന് പറയുന്നത് എത്രയാണ്? 5 minus 2, y1 എന്ന് പറയുന്നത് 2. അപ്പോൾ 5 minus 2 by x2 minus x1 എന്ന് പറയുന്നതോ x2 3, x1 1. So 3 minus 1 is equal to 3 by 2 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇക്വേഷൻ കാണണം. ഇക്വേഷൻ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എ എന്ന് പറഞ്ഞ പോയിന്റോ ബി എന്ന് പറഞ്ഞ പോയിന്റോ എടുക്കാം. അതേപോലെ തന്നെ ഒരു പോയിന്റ് XY എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എ എന്ന് പറയുന്ന പോയിന്റ് ഇപ്പോൾ എടുക്കാം. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റും ഈ പോയിന്റും XY എന്ന് പറഞ്ഞ പോയിന്റും. അപ്പോൾ നമുക്ക് സ്ലോപ്പ് എന്ന് പറയുന്നത് 3/2 ആണെന്നറിയാം.
അപ്പോൾ സ്ലോപ്പ് y2 minus y1 by x2 minus x1 is equal to 3/2. ഇവിടെ നമ്മൾ y2 എന്ന് പറയുന്നത് ഈ പോയിന്റിന്റെ, ഇതിപ്പോ ഒരു p എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിൽ ഈ p എന്ന് പറയുന്ന പോയിന്റിന്റെ y കോർഡിനേറ്റ്, അതായത് y ആണ് ഇവിടെ y2 എന്ന് പറയുന്നത്. y2 മൈനസ് y1 എന്ന് പറയുന്നത് a ന്റെ കോർഡിനേറ്റ് ആയിട്ട് എടുക്കുക, is equal to 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് y മൈനസ് 2 by x2 മൈനസ് x1. x2 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എന്താണ്, p ന്റെ x കോർഡിനേറ്റ്, അപ്പോൾ x മൈനസ് x1 എന്ന് പറയുന്നത് എന്താണ് ഇവിടെ 1 ആണ്, is equal to 3/2. നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 3x മൈനസ് 3 is equal to 2y മൈനസ് 4 എന്ന് കിട്ടും. സോ ഈ 2y മൈനസ് 4നെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ 3x മൈനസ് 3 മൈനസ് ഈ 2y ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് 2y പ്ലസ് 4 is equal to 0 എന്ന് കിട്ടും. Implies 3x minus 2y minus 3 plus 4 plus 1 is equal to 0 എന്ന് കിട്ടും. ഇതാണ് ഈ ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇക്വേഷൻ തന്നിട്ട് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറയാൻ വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 3x minus 2y plus 1 is equal to 0 എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലോപ്പ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ തന്നാൽ സ്ലോപ്പ് എന്ന് പറയുന്നത് is equal to മൈനസ് എക്സ് ബൈ വൈ. അപ്പോൾ ഞാൻ പറഞ്ഞ ഇക്വേഷൻസ് ഒക്കെ എഴുതി വെക്കുക കേട്ടോ. is equal to m എന്ന് പറയുന്നത് എന്താണ്, മൈനസ് എക്സ്, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 3 മൈനസ് 3 ബൈ വൈ, വൈ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ മൈനസ് 2, അപ്പം മൈനസ് 2 is equal to 3/2. അതന്നെയല്ലേ നമ്മുടെ സ്ലോപ്പ്, നമ്മൾ കണ്ടുപിടിച്ച സ്ലോപ്പ്. അപ്പോൾ ഒരു ഇക്വേഷൻ തന്നാൽ നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കേണ്ടതും പഠിച്ചു. അതേപോലെ തന്നെ രണ്ട് കോർഡിനേറ്റ്സ് തന്നാൽ അതിൻ്റെ ആ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണത് നമ്മൾ നോക്കി. ഇനി നമുക്കൊരു സമാന്തരികം തന്നിട്ടുണ്ട്, ഒരു പാരലോഗ്രാം തന്നിട്ടുണ്ട്, അതിൻ്റെ 4 കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്, x1 y1 x2 y2 x3 y3 x4 y4. അങ്ങനെയാണെങ്കിൽ x1 plus x3 is equal to x2 plus x4 ആണ്. അതേപോലെ തന്നെ y1 plus y3 is equal to y2 plus y4 ആണ്. ഇനി ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു സമാന്തരികത്തിൻ്റെ 3 കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ 4ാമത്തെ കോർഡിനേറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ 0 0 എന്നും ഇവിടെ 6 2 എന്നും ഇവിടെ 3 5 എന്നും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് x3 y3 എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന വാല്യൂസ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y1 plus y3 is equal to y2 plus y4. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ വാല്യൂസ് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് x1 എന്ന് പറയുന്നത് എന്താണ് 0, അതേപോലെ x3 എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല, അതാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് x1 എന്ന് പറയുന്നത് 0 പ്ലസ് x3 is equal to x2 plus x4. x2 plus x4 എന്ന് പറയുന്നത് x2 എന്ന് പറയുന്നത് 6 പ്ലസ് x4 എന്ന് പറയുന്നത് എന്താ 3. അപ്പോൾ നമുക്ക് x3 എന്ന് പറയുന്നത് is equal to 9 എന്ന് കിട്ടി. അതേപോലെ തന്നെ y കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. x3 എന്ന് പറയുന്നത് 9 കിട്ടി, ഇനി നമുക്ക് y3 കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഇക്വേഷനിൽ y1 എന്ന് പറയുന്നത് എന്താണ് 0 എന്ന് തന്നിട്ടുണ്ട്, 0 പ്ലസ് y3 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, is equal to y3 is equal to y2 plus y4. y2 എന്ന് പറയുന്നത് എത്രയാണ് 2 തന്നിട്ടുണ്ട്, പ്ലസ് y4 എന്ന് പറയുന്നത് എന്താണ് y4 എന്ന് പറയുന്നത് 5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 plus 5 കിട്ടും. അപ്പോൾ y3 is equal to 2 plus 5 7. അപ്പോൾ നമുക്ക് x3 y3 is equal to 9,7 കിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.